യേശുവിന്റെ പരിചയക്കാരെല്ലാവരും ദൂരം നിന്ന് ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. ഗലീലായിൽ നിന്ന് യേശുവിന്റെ പിന്നാലെ വന്നിരുന്നവരും അവനെ പരിചരിച്ചിരുന്നവരുമായ പല സ്ത്രീകളും ദൂരെയിരുന്നു നോക്കുന്നുണ്ടായിരുന്നു. അവരൊരുവൾ മഗ്ദലക്കാരത്തി മറിയാം, മറ്റവൾ യാക്കോബിന്റെയും യോസിയുടെയും മാതാവായ മറിയാമും, മറ്റൊരുവൾ സെബദി പുത്രന്മാരുടെ മാതാവുമായിരുന്നു. ശലോമിയും യെരുശലേമിലേക്ക് അവനോടുകൂടെ പോയ മറ്റു പല സ്ത്രീകളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അത് വെള്ളിയാഴ്ചയായിരുന്നതുകൊണ്ട് ശവശരീരങ്ങൾ കുരിശിൽ രാത്രി സ്ഥിരീകരിച്ചെന്ന് യഹൂദന്മാർ പറഞ്ഞു. എന്തെന്നാൽ ശാപദാസന്നമായിരുന്നു, ആ ശാപദ മഹാദിനവുമായിരുന്നു. ആകയാൽ അവർ പീലാത്തോസിനോട് ആ കുരിശിൽ തൂക്കപ്പെട്ടവരുടെ മുഴങ്കാലുകൾ ഒടിച്ചിട്ട് അതിൽ നിന്ന് ഇറക്കണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ പടയാളികൾ ചെന്ന് ആദ്യത്തവന്റെയും അവനോടുകൂടെ കുരിശിൽ തൂക്കപ്പെട്ട മറ്റവന്റെയും മുഴങ്കാലുകൾ ഒടിച്ചു. യേശുവിന്റെ അടുക്കൽ ചെന്നപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞുവെന്ന് കണ്ടിട്ട് മുഴങ്കാലുകൾ ഒടിച്ചില്ല. എങ്കിലും പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ടവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ തന്നെ രക്തവും വെള്ളവും ഒഴുകി. അത് കണ്ടവനാണ് സാക്ഷ്യം നൽകിയിരിക്കുന്നത്. അവന്റെ സാക്ഷ്യം സത്യമാകുന്നു. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സത്യം പറഞ്ഞിരിക്കുന്നുവെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവന്റെ അസ്ഥി ഒടിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള തിരുവെഴുത്തിനും അവർ തങ്ങൾ കുത്തിയവനെ നോക്കുമെന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു തിരുവെഴുത്തിനും നിവർത്തി വരുവാനായിട്ട് അവ സംഭവിച്ചു. പറക്കുമോ ലമുറിയോ സകത്തോ കുറിയേലാ